ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ SSLCയുടെ ഡേറ്റും വന്നു കഴിഞ്ഞു, ഫോക്കസ് ഏരിയയും വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല. ഫുള്ള് SSLC എന്ന് പറയുന്നത് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു എക്സാം ഡേറ്റ് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അതുവരെ ഫുൾ ഫോക്കസ് ആയി നമ്മൾ പഠിക്കാൻ പോവാൻ അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില മടിയന്മാരുണ്ടായിരുന്നു, ആ ഡേറ്റ് വരട്ടെ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ വരട്ടെ എന്നിട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയന്മാരുണ്ടായിരുന്നു അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ എക്സ്ക്യൂസും കഴിഞ്ഞു. ഇനി SSLCക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു 2022 മാർച്ച് 31 മുതൽ ഏപ്രിൽ 29 വരെ ആയിരിക്കും നമ്മുടെ SSLC എക്സാം. അതുപോലെ തന്നെ മോഡൽ എക്സാം ഡേറ്റും പ്രഖ്യാപിച്ചു. മാർച്ച് 21 മുതലാണ് മോഡൽ എക്സാം. അപ്പോൾ കൃത്യമായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഫോക്കസ് ഏരിയയും പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഇനി പഠിക്കന്നെ അല്ലേ. എല്ലാവരും ഫുൾ പവറിൽ പഠിക്കുക തന്നെ അല്ലേ. എല്ലാവരും ഉറപ്പിച്ച് പറയും, നമ്മളെല്ലാവരും ഇന്ന് തൊട്ട് ഈ വീഡിയോ കാണുന്ന ഈ മണിക്കൂർ തൊട്ട് വേണ്ട, ഈ മിനിറ്റ് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്ലാനിങ്ങുകൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഈ മിനിറ്റ് തൊട്ട് മാർച്ച് 31 വരെ നമ്മൾ പൂർണ്ണമായിട്ട് ഇരുന്ന് പഠിക്കുക, ഊണ് ഉറക്കില്ലാതെ പഠിക്കുക എന്നാണോ? അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരാണ്, ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും ഒരാൾക്കും പറ്റൂല. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഫുൾ ടൈം ഇരുന്ന് പഠിക്കല്ല. ഫുൾ ടൈം ഇരുന്ന് പഠിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അതിനുവേണ്ടി നമ്മൾ പഠനവും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും നമ്മുടെ ഉറക്കവും അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ പ്ലാനിൽ പോകണം. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി അപ്പോൾ അവിടെ ഒരു 3 മണിക്കൂർ കളിച്ചിരുന്ന് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് എത്ര സമയമായിരിക്കും, എൻ്റെ പഠിത്തം എത്ര സമയമായിരിക്കും എന്നൊക്കെയുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾ SSLC ഫുൾ A+ കൂടി തന്നെ പാസ്സാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തു പോകുക അല്ലെങ്കിൽ കളിക്കാൻ, അതിനൊക്കെ കൃത്യമായ സമയം നിശ്ചയിക്കാം. അത് പരമാവധി ചുരുക്കിക്കൊണ്ട് തന്നെ സമയം നിശ്ചയിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ SSLC അവഞ്ചേഴ്സ് ബാച്ചിലൊക്കെ ഇനി വരാൻ പോകുന്നത് മെൻറ്റി ക്വിസൊക്കെ പോലെയുള്ള കുറച്ച് നമ്മൾ എന്താ പറയുക, ഒരു ഗെയിം കളിക്കുന്നത് പോലെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമുക്ക് പങ്കെടുക്കാവുന്ന, എന്നാൽ അതേ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള മെൻറ്റി ക്വിസും മെൻറ്റി വാറും ഒക്കെ നമുക്ക് വരാൻ പോകാൻ. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ചാനലിലുള്ള മെൻറ്റി ക്വിസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് റിലാക്സേഷനും ഒക്കെ ആവും. അതോടൊപ്പം തന്നെ പഠിക്കാനും പറ്റും. ആ രൂപത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും നമുക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ, നമ്മൾ സാൻഡി SSLC അവഞ്ചേഴ്സ് ബാച്ചിന് വേണ്ടി കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ആരെങ്കിലും അതിലേക്ക് ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ജോയിൻ ചെയ്യണമെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. ഫ്രീ ആണ്. നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പഠിച്ച് നേടുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആ ടൈം ടേബിൾ, ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും ഓരോ കുട്ടിക്കും അതിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചില ആളുകൾ പഠിക്കുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി ടൈം എന്നാണെന്നൊരു പറയാം അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ക്വാളിറ്റി ടൈം വ്യത്യാസം ഉണ്ടാവും. മിക്ക ആളുകൾക്കും അത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ആ ഒരു സമയമായിരിക്കും കോൺസെൻട്രേഷനോടുകൂടി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന സമയം. വേറെ കുറച്ച് ആളുകൾക്കെങ്കിലും അത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രി വൈകിട്ടോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുന്ന സമയം ഏത് എന്ന് മനസ്സിലാക്കി ആ ക്വാളിറ്റി ടൈമിൽ വേറൊരു പരിപാടിയില്ല, വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ആ സമയത്ത് നമ്മൾ പഠനം മാത്രം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ആ സമയം നമ്മൾ പൂർണ്ണമായി ഉപയോഗിച്ചാൽ ബാക്കി സമയത്ത് നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ആ രൂപത്തിൽ നമ്മളത് പ്ലാൻ ചെയ്യണം. അതോടൊപ്പം നമ്മൾ SSLC അവഞ്ചേഴ്സിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ രൂപത്തിൽ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുണ്ടെങ്കിൽ, മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോക്കസ് ഏരിയ ഇനി മുതൽ ഇന്നത്തെ ക്ലാസ് മുതൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായും ആ നിലക്ക് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. അതോടൊപ്പം പൂർണ്ണമായും 100% ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയ നല്ല വരിക അല്ലേ. അപ്പോൾ കുറച്ച് പുറത്തുനിന്നുണ്ടാവും. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സാറന്മാർക്കൊക്കെ ആ വിഷയത്തിൽ നല്ല ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് കൃത്യമായ രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇന്നു മുതൽ തന്നെ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതും നിങ്ങൾ മിസ്സാക്കാതെ കേൾക്കുക. അഥവാ ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും,
ഈ ഡിസംബർ കഴിയാനായി. പിന്നെ ഇനിയിപ്പോൾ മാർച്ച് 31 എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ. ഞാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഇനി എനിക്ക് പറ്റും തോന്നില്ല, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, കാര്യമായിട്ട് ഒന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ മനസ്സിലാക്കുക, വൈകിട്ടില്ല, ഒരിക്കലും വൈകിട്ടില്ല. നിങ്ങൾ ഒരു നിലക്കും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തുടങ്ങാൻ തയ്യാറുണ്ടോ? അതുമാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പം തുടങ്ങാൻ തയ്യാറുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, സാൻഡി ലേണിംഗ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് SSLCയിൽ ഏറ്റവും നല്ല വിജയം ഷുവറാണ്. യാതൊരു സംശയമില്ല. അത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. കാരണം എന്താ, കഴിഞ്ഞു പോയ സമയം അത് കഴിഞ്ഞു പോയില്ല, അത് പഠിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞു പോയതാണ്. അത് നമ്മുടെ കയ്യിലില്ലാത്ത സമയമാണ്, അല്ലേ? ഇനി വരാനിരിക്കുന്ന സമയമോ അത് നമ്മുടെ കയ്യിലുള്ള സമയമാണ്. അത് നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ പിന്നെ പഠിക്കാനുള്ള കുറച്ച് ട്രിക്സും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ഇനിയും മാത്സ് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാനുള്ള കുറേ ടിപ്സൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അജ്മൽ സാർ പറഞ്ഞ ഒരു കാര്യം, അല്ലേ? മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലേ? എല്ലാ ചാപ്റ്ററുകൾക്കും മൈൻഡ് മാപ്പ് നമ്മൾ റെഡി ആയിരിക്കണം. 31-ാം തീയതി പിന്നെ പോകുമ്പോൾ, അല്ലെങ്കിൽ 30-ാം തീയതി തലേന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാ ടെക്സ്റ്റ് മുഴുവൻ ഇരുന്ന് വായിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ചാപ്റ്ററിനുമുള്ള മൈൻഡ് മാപ്പ് റെഡി ആയിരിക്കണം. അത് തലേന്ന് അത് നോക്കി എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കണം തലേന്നുള്ള നമ്മുടെ റിവിഷൻ. പരീക്ഷയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ പുസ്തകം എടുത്ത് മറിക്കുകയല്ല, മറിച്ച് നമ്മുടെ മൈൻഡ് മാപ്പ് നോക്കി ഏകദേശം ആ ചാപ്റ്റർ മുഴുവനായി നമുക്ക് മനസ്സിലാക്കാൻ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മൈൻഡ് മാപ്പ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടൈം ടേബിളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മാത്സ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ട്രിക്സൊക്കെ ഇനി വരാനിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയാണ് SSLCയുടെ റിസൾട്ട് വരുന്ന ദിവസം ഇതേപോലെ ഒരു വീഡിയോ ആയി അല്ലെങ്കിൽ ഒരു ലൈവായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഫുൾ A+ ആണ്, എനിക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും പരമാവധി, ഇത് പൈസ ഒന്നും വാങ്ങിയിട്ടുള്ളതല്ലോ, ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കറിയുന്ന SSLC എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഇത് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പഠിക്കുമ്പോഴാണ്, അല്ലേ? നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആൾ കൂടുമ്പോഴാണ് നമുക്ക് ഉഷാറ് കൂടുക, അല്ലേ? അപ്പോൾ എല്ലാവരും വരട്ടെ, ഒരുമിച്ച് നമുക്ക് പഠിക്കാം. ഏറ്റവും നല്ല മാർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എക്സാം പേടിയാണെങ്കിലും അതുപോലെ തന്നെ ടെൻഷൻ ആണെങ്കിലും എല്ലാം അതിനു വേണ്ട മോട്ടിവേഷനും അതുപോലെ തന്നെ അതിനു വേണ്ട സെഷൻസും എല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട്. വെറും പഠനം മാത്രമല്ല, പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതും എല്ലാം അടങ്ങിയ രൂപത്തിൽ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ക്ലാസ്സുകൾ മിസ്സായിപ്പോയി എന്ന് കരുതുന്ന ആളുകൾക്കും യാതൊരു പേടിയും വേണ്ട. ആ ക്ലാസ്സുകളുടെയൊക്കെ റെക്കോർഡിങ് നമ്മുടെ ചാനലിൽ തന്നെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് പിന്നെ ടഫുള്ള ചാപ്റ്റേഴ്സ് അത് പ്രത്യേകം എടുത്ത് ഒന്നുകൂടി ഒന്ന് പിന്നെ റിവൈസ് ചെയ്ത് കേൾക്കുക. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഫുൾ പവറിലായിരിക്കണം. ഇന്ന് മുതൽ നമ്മൾ ഡബിൾ പവറിലായിരിക്കും. SSLC ആ ഒരു ദിവസം വരെ 31-ാം തീയതി വരെ നമ്മൾ ഡബിൾ പവറിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും റെഡിയായിരിക്കുക. ഇന്ന് രാത്രി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു അറിയിപ്പോടുകൂടി നിർത്തുകയാണ്. മിബാസിൽ സൈനിങ് ഓഫ് ഫ്രം സാൻഡി ലേണിംഗ് സ്റ്റുഡിയോ. താങ്ക് യു.